രാജ്യത്ത് സൈബർ ക്രൈമുകൾ കൂടുന്നതിന്റെ പശ്ചാത്തലത്തിൽ കുറ്റകൃത്യങ്ങൾ തടയാൻ കേന്ദ്ര സർക്കാർ ഇന്ത്യയിൽ ഇസ്രയേൽ മാതൃക ഉപയോഗിച്ചു തുടങ്ങുകയാണ്. സൈബർ തട്ടിപ്പുകൾ തടയാൻ ഇസ്രയേൽ വിജയകരമായി നടപ്പാക്കിയ പദ്ധതിയാണിത്. രാജ്യത്ത് ഇത്തരമൊരു സാങ്കേതികവിദ്യ പ്രയോഗിക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ കേരളത്തിനും അഭിമാനിക്കാൻ വകയുണ്ട്. കാരണം ഈ ഫിനാൻഷ്യൽ ഫ്രോഡ് റിസ്ക് ഇൻഡിക്കേറ്റർ സംവിധാനം പ്രയോഗിക്കാനുള്ള ഐഡിയ നമ്മുടെ കേരള പോലീസിൻ്റെതാണ്. തട്ടിപ്പുകാരുടെ ഫോൺ, അക്കൗണ്ട് നമ്പർ, മറ്റു വിവരങ്ങൾ ബാങ്കുകൾക്ക് കൈമാറി പണമിടപാട് തത്സമയം തടയുന്ന സംവിധാനമാണ് ഫിനാൻഷ്യൽ ഫ്രോഡ് റിസ്ക് ഇൻഡിക്കേറ്റർ എന്നത്. ഒരു വർഷം മുമ്പ് അന്ന് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഒരു മൊബൈൽ നമ്പർ തട്ടിപ്പ് നടത്താൻ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ ബാങ്കുകൾ, പേയ്മെന്റ് ആപ്പുകൾ, മറ്റു ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയെ സഹായിക്കാൻ ഈ ടൂളിന് പറ്റും. എഐയുടെ സഹായത്തോടെ അക്കൗണ്ടുകൾക്കും അതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഫോൺ നമ്പറുകൾക്കും ഒരു വിശ്വാസ സ്കോർ നൽകും. ട്രാൻസാക്ഷൻ ഒരുങ്ങുമ്പോൾ തന്നെ ഈ അക്കൗണ്ടുകളിലെ എത്രത്തോളം വിശ്വസിക്കാമെന്ന് അറിയാനുമാകും. സിമ്പിളായി പറഞ്ഞാൽ, വർഷങ്ങളായി ഉപയോഗിക്കുന്ന, കൃത്യമായി ഇടപാട് നടത്തുന്ന ബാങ്ക് അക്കൗണ്ടുകൾക്ക് നല്ല സ്കോറും തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന അക്കൗണ്ടുകൾക്ക് കുറവ് സ്കോറും ആയിരിക്കും. പിന്നീട് പരാതികൾ വരുന്നതനുസരിച്ച് മേൽപ്പറഞ്ഞ അക്കൗണ്ടുകൾ റെഡ് കാറ്റഗറിയിലേക്ക് മാറും. തുടർന്ന് ഇത്തരമൊരു അക്കൗണ്ടിലേക്ക് പണം കൈമാറാൻ ശ്രമിക്കുമ്പോൾ ഉപഭോക്താവിന് മുന്നറിയിപ്പ് ലഭിക്കും. ഇനി അഥവാ പണം അയച്ചാലും ഈ ഇടപാട് വേഗത്തിൽ റദ്ദാക്കാൻ പാകത്തിൽ ഫ്ലാഗും ചെയ്യും. ഇത്രയും എഫക്റ്റീവായ ഒരു സംവിധാനം വിജയകരമായി ഉപയോഗിക്കാൻ നമ്മുടെ കേരളത്തിന് സാധിക്കുന്നുണ്ട്. 6 മാസത്തിനിടെ സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായ തുകയിൽ കേരളം തിരികെ പിടിച്ചത് 54.79 കോടി രൂപയാണ്. 351 കോടിയോളം രൂപയാണ് സംസ്ഥാനത്ത് നിന്ന് സൈബർ കുറ്റവാളികൾ തട്ടിയെടുത്തത്. ഇത്തരമൊരു ടൂൾ ഇപ്പോൾ രാജ്യം ഉപയോഗിക്കുന്നതും നമ്മുടെ സംസ്ഥാനത്തെ തട്ടിപ്പുകൾ കൃത്യമായി കണ്ടുപിടിക്കപ്പെടുന്നതും കേരളത്തിലെ സൈബർ പോലീസിന്റെ മികവാണ് തെളിയിക്കുന്നത്.